നമസ്കാരം. ഡെയിലി ന്യൂസ് ശുഭദിനത്തിലേക്ക് സ്വാഗതം. ഒരു ചെറിയ ഗ്രാമത്തിലെ ഒരു ഗാരേജിൽ നിന്ന് ആരംഭിച്ച് രാജ്യത്തെ പ്രമുഖ ഓട്ടോമൊബൈൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി മാറിയ കാർഡോഗോ എന്ന സ്റ്റാർട്ടപ്പിന്റെ കഥ കേൾക്കാം ഇന്നത്തെ ശുഭദിനത്തിൽ. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്. പൊന്നണിഞ്ഞ പ്രഭാതത്തിന്റെ അലകളിൽ നിറയുന്ന പുഞ്ചിരികൾ. അതെ, ഇന്ന് ആഘോഷമാണ്. ജോയ ലൂക്കാസ്, ഓരോ ആഘോഷത്തിന്റെയും ആത്മാവ്. 2007 രാജസ്ഥാനിലെ നാട്ടിൻപുറത്തെ ഒരു ഗാരേജിൽ 2 മേശകളുമായാണ് അമിത് ജെയിൻ കമ്പനി ആരംഭിച്ചത്. ഒരു ഓട്ടോ എക്സ്പോയാണ് ഈ കമ്പനി തുടങ്ങാനുള്ള പ്രചോദനം. തുടക്കത്തിൽ സെക്കൻഡ് ഹാൻഡ് വാഹനങ്ങൾ തിരയുന്നതിനുള്ള ഒരു പ്ലാറ്റ്ഫോം ആയിരുന്നു കാർഡോഗോ. എന്നാൽ ഇവർ പിന്നീട് പുതിയ കാർ വിൽപ്പന വിവരങ്ങൾ, സാമ്പത്തിക സേവനങ്ങൾ, ഇൻഷുറൻസ്, അന്താരാഷ്ട്ര വ്യാപാരം എന്നിവയെല്ലാം വാഗ്ദാനം ചെയ്യുന്ന ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായി വളർന്നു. കോവിഡ് കാലത്ത് യൂസ്ഡ് കാറുകൾക്ക് ഡിമാൻഡ് ഏറിയത് ഓട്ടോമൊബൈൽ മേഖലയുടെ സ്വീകാര്യത വർദ്ധിക്കാൻ ഇടയായി. ഇത് കമ്പനിയുടെ ബിസിനസ് വിപുലീകരണത്തിന് ഏറെ സഹായകരമായി. ഇൻഷുറൻസ് ദോഗോ എന്ന പേരിൽ പ്രത്യേക സംരംഭം പോലും ഇൻഷുറൻസ് രംഗത്തുണ്ട്. ഇന്തോനേഷ്യ, മലേഷ്യ, ഫിലിപ്പീൻസ് എന്നിവിടങ്ങളിൽ പ്രവർത്തിക്കുന്ന ഈ കമ്പനിയുടെ ഇന്നത്തെ മൂല്യം 9,200 കോടി രൂപയാണ്. രാജ്യത്തെ ചെറു സ്റ്റാർട്ടപ്പുകൾക്ക് വളരാൻ വലിയ നഗരങ്ങൾ വേണമെന്ന വാദമാണ് ഓട്ടോടെക് കമ്പനിയായ കാർഡോഗോ പൊളിച്ചെടുക്കിയത്. ചെറിയൊരു നാട്ടിൻപുറത്ത് തുടങ്ങിയതുകൊണ്ട് തന്നെ ഓഫീസ് വാടക മുതൽ ജീവനക്കാരുടെ ശമ്പളം വരെ ചെലവിനത്തിൽ വലിയ തുക ലാഭിക്കാനായതായി അമിത് ജെയിൻ സാക്ഷ്യപ്പെടുത്തുന്നു. സ്പാർക്കിംഗ് ആയ ഒരു ഐഡിയ, അത് പ്രാബല്യത്തിൽ വരുത്താൻ വേണ്ട നിരന്തരമായ പരിശ്രമം, പരമാവധി ചിലവ് ചുരുക്കിക്കൊണ്ടുള്ള തുടക്കം. പുതിയ സ്റ്റാർട്ടപ്പുകൾക്ക് മാത്രമല്ല, നമുക്ക് ഓരോരുത്തർക്കും കാർഡോഗോ ഒരു റോൾ മോഡലാണ്. ശുഭദിനം. ഡെയിലി ന്യൂസ് ശുഭദിനം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ജോയ ലൂക്കാസ്.